ഉസ്താദ് എന്ന നിലയിലും കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായതുകൊണ്ടും അവള് പറഞ്ഞേ മറിയം ജുമാനന്റെ ഉപ്പാക്ക് ആദ്യമായി വളരെയധികം നന്ദിയും പിന്നെ ആശംസകളും. കാരണം മകള് പൈലറ്റായാലും ഏറ്റവും കൂടുതൽ അതിൽ പിന്നെ പാത്രം എന്ന് പറയുന്നത് സ്വന്തം ഉപ്പാണ് അല്ലേ. ഉപ്പ ഒന്നാമത്തത് ഒരു പണ്ഡിതനാണ്. ഓക്കെ, അപ്പോൾ മൂപ്പറ് പൈലറ്റ് പഠിക്കാനുള്ള ഇത് കൊടുത്തു. അവർ ഫൈനാൻഷ്യലായിട്ട് പ്രശ്നമാണ് യൂട്യൂബ് തുടങ്ങുന്നത് പറയുമ്പോൾ അതിനുള്ള ഒരു സമ്മതം കൊടുത്തു. എന്താ പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കാരണം ഇത് കുറേ ആൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇത് സ്റ്റിച്ചാക്കാൻ കാരണം എൻ്റെ വീഡിയോ തന്നെ ഞാൻ സ്റ്റിച്ചാക്കിയതല്ലേ. പേഴ്സണലായിട്ട് നിങ്ങൾ ഇത് ചെയ്തത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. അതാ ഞാൻ പറയുന്നത്. ഞാൻ ചെറുപ്പകാലത്ത് മദ്രസ പോകുന്ന സമയത്ത് നമുക്ക് പാട്ടെല്ലാം തരുന്നുണ്ട്, നമ്മളെ സ്റ്റേജിൽ കയറ്റുന്നുണ്ടായിന്, പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റുന്നുണ്ടായിട്ടില്ല അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നൊരു ഇൻസിഡൻറ്റ് അറിയാമല്ലോ. ഒരു കുഞ്ഞി പ്രൈസ് മേടിക്കാൻ പോകുമ്പോൾ സ്റ്റേജിൽ ആര് കയറ്റിയത്, പെണ്ണിൻ്റെ ഉപ്പ വന്നാൽ പോരെ, പെൺകുട്ടികൾ എന്തിന് സ്റ്റേജിൽ കയറി പറഞ്ഞിട്ട് ആ പെൺകുട്ടീനെ ഇറക്കി. മാന്യമായ വിഷയം ഇറക്കണം. ഇപ്പം എൻ്റെ മോക്ക് ഞാൻ ബുർക്ക മേടിച്ചു കൊടുത്താളാണ്. ഇപ്പം എൻ്റെ 7 വയസ്സ് ചെറുത്, അതിന് ബുർക്ക മേടിച്ചു കൊടുത്താളെ ഞാൻ. എൻ്റെ മോളെയും സ്റ്റേജിൽ കയറ്റണ്ട, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ മറിയം ജുമാനേനെയും കയറ്റണ്ട സ്റ്റേജിൽ. എന്തോ ഒരാൾ പൈലറ്റ് ആയിട്ടാകുമ്പോൾ അവരെ സ്റ്റേജിൽ കയറ്റുക, അവർക്ക് മോട്ടിവേഷൻ ചെയ്യാനുള്ള അവകാശം കൊടുക്കുക, അവസരം കൊടുക്കുക, അവരെ ഒന്നിച്ചിട്ട് പണ്ഡിതന്മാർ പോവുക, ഇരിക്കുക, പ്രാർത്ഥിക്കുക. അതിന് ഒരു സാധാരണക്കാരൻ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന്, ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് സ്റ്റേജിൽ കയറ്റണ്ട? ഞാൻ പറയുന്നത് അങ്ങനെ സ്റ്റേജിൽ കയറ്റുന്നില്ലെങ്കിൽ എൻ്റെ കുട്ടീനെ കയറ്റണ്ട, സ്റ്റേജിൽ കയറ്റണ്ട, മറിയം ജുമാനേനെയും കയറ്റണ്ട, ഇനിയിപ്പോൾ വേറെ പഠിച്ചിട്ട് എത്തിയ ഒരു ഡോക്ടറിനെയും കയറ്റണ്ട. കയറ്റുന്നെങ്കിൽ എല്ലാവരും കയറ്റും. ആ കുട്ടികളും വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പാടുവോ അല്ല പ്രസംഗിക്കുവോ, ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷ് സ്പീച്ച് പാടുവോ, അവർക്ക് നല്ല ഇതാവും, പ്രാക്ടീസ് ആവും. നല്ല ഇംഗ്ലീഷിലുള്ള കഥാപ്രസംഗങ്ങളോ മലയാളത്തിലോ അവരെ കഴിവ് തെളിയിക്കട്ടെ. അങ്ങനെയല്ല, അവരെ കഴിവൊന്നും തെളിയിക്കണ്ട, അവർ സ്റ്റേജിൽ കയറാൻ പാടില്ല. ഇപ്പോൾ നമ്മളാടല്ലോ ആകെ മാർക്കിന് പിന്നെ ഹാജറിന് മാത്രമേ കൊടുക്കുന്നു. കുറേ അടുത്ത് ഹാഫ് സ്റ്റേജ് കൊടുക്കുന്ന ആളുണ്ടല്ലോ, കുറേ അടുത്ത് തീരെ കൊടുക്കാത്ത ആളുണ്ട്, കുറേ അടുത്ത് കൊടുക്കുന്ന ആളുണ്ട്. അതൊന്നും അറിയാം. ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു മറിയം ജുമാന അൽഹംദുലില്ലാ. പിന്നെ ഒരു പെണ്ണുകുഞ്ഞി സ്റ്റേജിൽ കയറുമ്പോൾ നീ കയറണ്ട എന്ന് പറഞ്ഞ ആ ആൾക്കും അൽഹംദുലില്ലാ. എങ്ങനെ പോവാ, കയറുന്നെങ്കിൽ എല്ലാവരും കയറട്ടെ. ഞാൻ പറയുന്നത് ഈക്വലി ഒരു പെണ്ണിന് പൈലറ്റാനുള്ള അവസരം സമ്മതം കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഒരു എഞ്ചിനീയർ ആവാനും ഡോക്ടറാനും അവർക്ക് എല്ലാ സ്റ്റേജും കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിൽ. ഞാൻ ഒരു സമുദായത്തിനെയോ ഒരു സംഘടനയോ ഒരു ഇനിയൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള ആശയം പറഞ്ഞതാണ്. അത് തെറ്റാണോ ശരിയാണോ ഞാൻ പിന്നെ മതപരമായിട്ട് പറയുന്നില്ലല്ലോ. ഞാൻ മതപരമായിട്ട് ഒരു കാര്യം പറയുന്നില്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ മോളെ സ്റ്റേജിൽ കയറണ്ടെന്ന് ആരെങ്കിലും എന്നിപ്പോൾ തടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ആ സ്പോട്ടിൽ പോയിട്ട് ഇല്ലെങ്കിലും ഞാൻ ആടുന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്ന് പറയും. അങ്ങനെ സ്റ്റേജ് കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക, ഇല്ല അങ്ങനെ ആർക്കും കൊടുക്കരുത്. ഒരു സ്റ്റേജിൽ കാറ്റഗറി ബേസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇന്നാൾക്ക് മാത്രം സ്റ്റേജിൽ കയറാം, മന്ത്രിമാർക്കല്ല കയറാം, അല്ല ഡോക്ടർമാരായെങ്കിൽ കയറാം, അല്ല സാധാരണക്കാരുടെ കുഞ്ഞോള് കയറാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ല. എല്ലാ പെണ്ണു കുഞ്ഞോളും ഒരേപോലെയാണ് കാണണോ എന്നാണ് എൻ്റെ ആഗ്രഹം. കുറേ ആളാണ് പിന്നെ നിങ്ങൾക്ക് എന്നെ തിരുത്താം, എന്നെ പ്രതിഷേധിക്കാം, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ആദ്യമായിട്ട് എനിക്ക് മറിയം ജുമാനോട് പിന്നെ നന്ദിയുണ്ട്, അവരുടെ ഉമ്മാനോട് നന്ദിയുണ്ട്. ഏറ്റവും കൂടുതൽ ഈ 2024 ഒരു റെവല്യൂഷനാണ് കൊണ്ടുവന്നത്. അവരെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഈ ഇൻ്റർവ്യൂവിൽ. അവർ ദർസ് പഠിപ്പിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകണോ പറയുമ്പോൾ അവസരം കൊടുത്തു. സ്വന്തം 4 മക്കളെ പല മേഖലയിൽ ഡോക്ടറും ഇതെല്ലാക്കി ഇവരെന്താണ് ഞാൻ പറയുന്നത്. ഇവർ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യാം. ഇത് കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രം തടുത്തിട്ട് അവർ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവസരം കിട്ടാതെ അവർ എത്ര വിഷമിക്കുന്നുണ്ട്. അന്ന് ആ സ്റ്റേജിൽ നിന്ന് പ്രൈസ് കൊടുക്കാതെ ഇറക്കി വിട്ട ആ കുട്ടീനെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറ്റി അവരടുത്ത് പോയിട്ട് ആരെങ്കിലും ഇതാക്കിയോ, ആ കുട്ടിയും ചിലപ്പോൾ പൈലറ്റ് ആണ്ട ആളല്ലേ. ആ പൈലറ്റ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രം അവർ ഒന്നിച്ചിട്ട് പോയിട്ട് സ്റ്റേജ് ഇപ്പം പങ്കിടാൻ പറ്റില്ല എന്ന് അന്ന് ആരും ഇത് കൊണ്ട് കാണിച്ചില്ല. ഞാൻ ഒരു സംഘടന കണ്ടിട്ടില്ല. ആര് പെണ്ണ് കുഞ്ഞോളെ സ്റ്റേജിൽ കയറ്റി തടുക്കുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്. പക്ഷേ അവർ വലുതായിട്ടാകുമ്പോൾ അവരെയും തടുക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്റ്റേജ് എന്താക്കണം, ഈക്വലായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ RB ഫോളോ മീ.